ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ആ നശിച്ച സ്ത്രീ കാരണം പഞ്ചായത്ത് പ്രസിഡന്റ് ആവാനുള്ള എന്റെ ചാൻസ് ആണല്ലോ ദൈവമേ പോയത്. എന്തെങ്കിലും കൂടുപാത്രം ചെയ്ത് ആ സ്ത്രീയെ ഈ ഭൂമിയിൽ നിന്ന് കെട്ടുകെട്ടിക്കാൻ പറ്റുമോ? നിന്റെ ചാൻസ് പോയതിന്റെ കാരണേ അവരല്ല വസന്തി, ആ അനുപമയാ. ആ വീഡിയോയില് സുശീല തള്ളയെ മാതൃകാ വനിതയായി ഉയർത്തി കാട്ടിയതാ എല്ലാത്തിന്റെയും കാരണം. എന്റെ ഭാഗ്യദോഷം. അല്ലെങ്കിൽ ഇതുവരെ ശത്രുക്കളായിരുന്ന അനുപമയും സുശീലയും വീണ്ടും ഇങ്ങനെ ഒന്നിക്കുവോ? എന്റെ പാർട്ടി എന്നെ ചതിച്ചു. ഒരു ഓൺലൈൻ പോസ്റ്റിന്റെ പേരിൽ മാത്രം ഒരു യോഗ്യതയില്ലാത്ത ഒരു സ്ത്രീയെ അവര് സ്ഥാനാർത്ഥിയാക്കി കളഞ്ഞത്. ദേ, ഇതിനെതിരെ നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ ധനേട്ടാ. പാർട്ടി എതിർത്തിട്ടൊന്നും ഒരു കാര്യമില്ല, അത് അപകടമാണ്. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറപ്പിക്കുന്ന പണിയാ ഇതിന് നല്ലത്. എന്നുവെച്ചാ ഒന്ന് തെളിച്ചു പറ മനുഷ്യ. ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കൊണ്ട് അവര് സ്ഥാനാർത്ഥിത്വം നേടിയെങ്കിൽ വേറൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കൊണ്ട് നമുക്കത് തെറിപ്പിക്കണം വാസന്തി. സുശീലയെക്കുറിച്ച് അനുപമ പറഞ്ഞതൊക്കെ കള്ളമാണെന്നും അവരുടെ യഥാർത്ഥ മുഖം എന്താണെന്നും സോഷ്യൽ മീഡിയ വഴി ജനത്തെയും പാർട്ടിക്കാരെയും നമ്മൾ അറിയിക്കണം. അത് നല്ല ഐഡിയ ആണല്ലോ. പക്ഷേ അങ്ങനെ ഒരു പോസ്റ്റ് ആരിടും? നമ്മൾ ചെയ്ത സ്ഥാനാർത്ഥിയാകാൻ കഴിയാത്തതിന്റെ ദേഷ്യം കൊണ്ടാണെന്ന് കരുതും. അല്ല, കാശ് കൊടുത്താൽ നമുക്ക് ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കാൻ പറ്റുമോ ധനേട്ടാ? അങ്ങനെ ആരെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടിട്ട് കാര്യമില്ല എന്റെ വാസന്തി. സുശീല തള്ളയെക്കുറിച്ച് കൃത്യമായി അറിയുന്ന ഒരാൾ തന്നെ ആയിരിക്കണം. അയാൾ പറയുന്നത് നിഷേധിക്കാൻ ആർക്കും പറ്റരുത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? നമുക്ക് അയാൾക്ക് എന്തു വേണമെങ്കിലും കൊടുക്കാം. ഒന്നും കൊടുക്കാതെ തന്നെ ചെയ്യുന്ന ഒരാളുണ്ട്. പക്ഷേ തന്ത്രപൂർവം അയാളെ നമ്മുടെ കൂടെ നിർത്താൻ പറ്റണം. ധനേട്ടാ, ആളെ പറ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ആളെ പറ ധനേട്ടാ. ദയ. അവൾക്ക് ആ സുശീല തള്ളയെ തീരെ ഇഷ്ടമല്ലല്ലോ. ദയക്ക് അവരോടുള്ള വെറുപ്പ് നമ്മൾ മുതലെടുക്കുന്നു. പക്ഷേ ദയ ആ വീഡിയോക്കെതിരെ സംസാരിച്ച അത് അവളുടെ ചേച്ചിയെ കൂടി ബാധിക്കില്ലേ? അങ്ങനെ ഒരു കാര്യം ദയ ചെയ്യൂ? ചെയ്യിക്കണം. അതാണ് നമ്മുടെ മിടുക്ക്. നീ നാളെ ദയോട് ഇക്കാര്യം സംസാരിക്കണം. എന്ത് സംസാരിക്കണമെന്നും എങ്ങനെ സംസാരിക്കണമെന്നും ഞാൻ നിനക്ക് നന്നായിട്ട് പറഞ്ഞുതരാം. എന്താ? ധനേട്ടൻ പറയുന്ന പോലെ ഞാൻ ചെയ്തോളാം. ലക്ഷ്മൾ ഉറങ്ങി അമ്പലി? അവളെപ്പോഴേ ഉറങ്ങി. അല്ല രഘുവേട്ടൻ എന്താ ഇത്ര താമസിച്ചത്? കമ്പനിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഞാനേ
ദാസങ്ങൾ വീട്ടിലൊന്ന് പോയി. നാളെ അതിലിന് പണം കൊടുക്കേണ്ടതല്ലേ? 10 ലക്ഷം നാളെ തന്നെ കൊടുക്കാന്ന് തീരുമാനിച്ചോ? ആ, അവനോട് വാക്ക് പറഞ്ഞല്ലേ. നാളെ തന്നെ അത് കൊടുത്ത് ആ ബാധ്യത ഒഴിവാക്കണം. ആ, രഘുവേട്ടൻ ഒറ്റയ്ക്കാണോ കൊണ്ടുപോയി കൊടുക്കുന്നേ? അല്ല, ഞാനും അങ്ങളും കൂടെ പോകുന്നേ. അങ്കിൾ രാവിലെ ഇവിടെ വരും. ഞാൻ അപ്പോഴേക്കും റെഡിയായി നിന്നാൽ മതി. എന്നിട്ട് അദ്ദേഹത്തിന് വണ്ടി പോവാന്നാ പറഞ്ഞേ. നീ വാ, വല്ലതും എടുത്തു നോക്ക്. നല്ല വിശപ്പുണ്ട്. മഞ്ചേടി നിങ്ങൾ കഴിക്കാനിരുന്നോ? രഘുവേട്ടൻ എത്ര നേരം വെച്ചിട്ടാ കാത്തിരിക്കുന്നെ? വിശപ്പ് സഹിക്കാതായപ്പോ ഞങ്ങളിരുന്നു. അവൾ ഒറ്റത്തടിയല്ലല്ലോ രഘുവേട്ട. അകത്തുള്ള ആൾക്ക് വിശന്നാൽ അവൾക്കും വിശക്കും. അത് ശരിയാണല്ലോ. സോറി ചിരു, നീ വിശന്നാലേ ആരെയും കാത്തിരിക്കണ്ട. എന്തെങ്കിലും എടുത്തു വെച്ച് കഴിച്ചോണം കേട്ടോ. വിനയം വരുന്നുണ്ടല്ലേ? വിനയേട്ടനെ ദുബായിലെ ജയിലിൽ നിന്ന് വിട്ടോ? എപ്പോ നാട്ടിലെത്തും? ചേച്ചി വിനയേട്ടൻ വിളിച്ചിരുന്നോ? എന്നെ വിളിച്ചൊന്നുമില്ല. ലംബോദരൻ ഞങ്ങൾ വന്നപ്പോ പറഞ്ഞത്. അവിടെ ഒരു കേസ് പെട്ട പിന്നെ തലയൂരി വരാൻ വലിയ പാടാ. വിനയന്റെ ഭാഗ്യമുണ്ട്, അതാ ഇത്ര പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റിയത്. ചേച്ചിയുടെ പരിപാടി എന്താ? വിനയേട്ടൻ വന്നാ ചേച്ചി അങ്ങോട്ട് തിരിച്ചു പോവോ? അല്ല, കുഞ്ഞുങ്ങൾ അവിടെയാണല്ലോ ഉള്ളത്, അതുകൊണ്ട് ചോദിച്ചതാ. കുഞ്ഞുങ്ങൾ അവർക്ക് കാണണമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ അവരെ കൊണ്ടുപോയി കാണിച്ചത് മഞ്ചാടി. എന്നിട്ട് നീ എന്തോ ഒന്നും അറിയാത്ത പോലെ ചീരനോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന? ഞാൻ ചോദിച്ചോണ്ട് ചീരു ചേച്ചി അങ്ങോട്ട് പോണമെന്നില്ലല്ലോ രഘുവേട്ട. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. മഞ്ചാടി പറയുന്നതിലും കാര്യമുണ്ട് ചീരു. മക്കളെ നീ അവിടെ നിർത്തിയാ നിനക്ക് അങ്ങോട്ട് പോവേണ്ടി വരും. നിനക്ക് വിനയനെ വേണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരുന്നതാ നല്ലത്. രഘുവേട്ട പോയി ഡ്രസ്സ് മാറിയിട്ട് വാ, ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാം.